നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ജലവൈദ്യുതി പദ്ധതികൾ ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കൊല്ലം. നമുക്കറിയാം ജലവൈദ്യുതി പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലമുകളിൽ വെള്ളം സംഭരിച്ച് വെച്ചിട്ട് താഴോട്ട് വെള്ളം ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ജലവൈദ്യുതി പദ്ധതികൾ. ഓക്കെ, അപ്പം നമുക്ക് അവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, എന്താണ്, ഒരു മലമുകൾ വേണം, എന്നാലേ ഈ വെള്ളം സംഭരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് മലമുകളുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മലകളുള്ള ജില്ല ഏതാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അത് തന്നെ ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്ന ജലവൈദ്യുതി പദ്ധതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതി ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ മലനിരകൾ ആവശ്യമാണ്. ഓക്കെ, ആ തോട്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, മലനാട്, ഇടനാട്, തീരപ്രദേശമെന്നുണ്ട്. ആലപ്പുഴ നമുക്കറിയാം തീരപ്രദേശമാണെന്ന്. അത് തന്നെയല്ല, ഇനി ബാക്കിയുള്ള ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇടുക്കി എന്ന് പറഞ്ഞ് കിട്ടും. ബിക്കോസ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയാണെന്ന് പറയാം. അതെന്താണ്, മലനാടിൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്നതാണെന്ന് പറയാം. നമുക്ക് ഒരുപാട് മലനിരകളുള്ളതാണെന്ന് പറയാം. സോ ആ ചെറിയൊരു നോളജ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടുക്കി എന്നുള്ള ഓപ്ഷൻ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9 താഴെ നിന്ന് 38 ആണെങ്കിൽ ക്ലാസ്സിലാകെ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 45, ബി 46, സി 47, ഡി 44. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന് 9 എന്നാണ് പറഞ്ഞത്. സോ മുകളിൽ നിന്ന് 8 പേര് കഴിഞ്ഞിട്ട് 9ാമതാണ് സരള. സോ ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞു താഴെ നിന്ന് 38 പേരെന്നാണ് പറഞ്ഞത്. സോ 37 പേര് അപ്പോൾ സരളയ്ക്ക് ശേഷമുണ്ട്. സരള അപ്പം ഒരാളിവിടെ. അപ്പം നമ്മളോട് ചോദിക്കുന്നത് ക്ലാസ്സിലാകെ എത്ര കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. 8ഉം 1 9, 9 പ്ലസ് 37 46 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ ബി 46 ആണ്. ഓക്കെ.